വയനാട് കോഴിക്കോട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരത്തിൽ വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത് ഇത് 2 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. രണ്ടാം ദിവസവും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ വിഷമകരമായ കാര്യം. ഇന്ന് രാവിലെ ഗതാഗതം കുറച്ച് തോതിൽ തുറന്നു വിടുകയും കുറച്ച് വാഹനങ്ങൾ സർവീസ് നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷവും ഇന്നലെ ഇടിഞ്ഞു നിന്ന മണ്ണും കല്ലും ചെളിയുമെല്ലാം ഒഴുകി താഴേക്ക് പതിക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതിനെ തുടർന്നാണ് വീണ്ടും പൂർണ്ണതോതിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തേണ്ടി വന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനിയും വൈകുമെന്നാണ് അറിയുന്നത്. നമ്മൾ രാവിലെ മുതൽ കാണുന്നതനുസരിച്ച് ഇന്നലെ മുതൽ കാണുന്നതനുസരിച്ച് ഇവിടെ നിന്നുള്ള കല്ലും ചെളിയും മണ്ണും ഒക്കെ മാറ്റാൻ വേണ്ടി നിരവധി ശ്രമങ്ങളെല്ലാം നടന്നിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫയർഫോഴ്സ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ശരിക്കും ഒരു പ്രതിസന്ധി നമുക്കിപ്പോൾ ഇവിടെ ഈ കല്ലും മണ്ണൊക്കെ മാറ്റാൻ എന്താണ് ഒരു പ്രതിസന്ധി ഉള്ളത്? നമ്മളിപ്പം തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴയാണ് ഇവിടെ പരിസരത്തുള്ളത്. അന്നേരം ആ മഴ കാരണം നമുക്ക് കല്ല് ത്രൂ ഔട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുഴുവൻ അടരുപാറകളാണുള്ളത്. അടരുപാറേൻ്റെ ഉള്ളിൽ വെള്ളം നിറയുമ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് താഴേക്ക് പാറയും മണ്ണും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിയന്ത്രിക്കാതെ നമുക്ക് യാതൊരുവിധ പ്രവർത്തനങ്ങളും ചുരത്തിൻ്റെ മുകളിൽ നടത്താൻ പറ്റില്ല. ഒരുപക്ഷെ ഇന്ന് പെയ്ത മഴയിൽ കുറേയൊക്കെ തങ്ങി നിന്ന മണ്ണും ചെളിയും ഒക്കെ താഴേക്ക് പോന്നിട്ടുണ്ടാവില്ല, അത് ഗുണമായിട്ടുണ്ടാവും. നമ്മൾ ശക്തമായ വെള്ളം പമ്പ് ചെയ്യുന്നതിനെക്കാട്ടും ശക്തിയായിട്ടാണ് ഇന്ന് മഴ പെയ്തിരിക്കുന്നത്. ആ മഴയ്ക്ക് നമുക്ക് വളരെയധികം സാധനങ്ങൾ താഴോട്ട് പോന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് പൂർണ്ണമായി എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. അതെ, ഇവർ പറഞ്ഞതുപോലെ തന്നെ ശ്രമകരമായ ഒരു ദൗത്യമാണ്, ജോലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ജോലികൾ നടത്തിയിട്ടും ഇപ്പോഴും നമുക്കൊക്കെ ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, കല്ലുകളൊക്കെ അടർന്നു വീണ് തെറിച്ചുകൊണ്ടിരിക്കുന്നു. മരത്തിന്റെ വേരൊക്കെ തെറിച്ചുകൊണ്ടിരിക്കുന്നു. ചെടി, അതായത് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സ്ഥലത്ത് കാണുന്നത് പോലെയുള്ള മണ്ണ്, അതുപോലെ തന്നെ ശക്തമായ കോടയും അതുപോലെ തന്നെ മഴയുമാണ്, ഈ പ്രതികൂല കാലാവസ്ഥയാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തടസ്സമായിട്ടുള്ളത്. ഏതായാലും ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടി ഇനി കൂടിയാലോചനകൾ അധികൃതർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏത് തരത്തിലായിരിക്കും ഈ അടർന്നു വീണ പാറകൾ താഴേക്ക് പതിക്കാതിരിക്കാൻ വേണ്ടി എന്തായിരിക്കും ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷേ മഴ മാറാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് വിദഗ്ധരൊക്കെ ഉപദേശം നൽകിയിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്യാവശ്യ ആംബുലൻസുകളല്ലാതെ ചുരത്തിലൂടെ മറ്റു വാഹനങ്ങൾ ഒന്നും കടത്തിവിടാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നത്. ഏതായാലും കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന അവസ്ഥ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ മാത്രം കുറച്ച് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിച്ചു. ഇനി വാഹനങ്ങൾ കടന്നു പോകണമെങ്കിൽ ഒരു തീരുമാനം അന്തിമമായി അധികൃതർ പറയേണ്ടതുണ്ട്. അത് എപ്പോഴുണ്ടാകുമെന്നാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്.